കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വായിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ അത് നമുക്ക് നോക്കാം ഏതാ പഠിച്ചെന്ന്. ക, ഘ, ഖ, ഘ, ങ, ച, ഇച്ച, ജ, ഇച്ച, ഞ, ട, ഢ, ഠ, ഇഡ. ഇതുവരെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എല്ലാരും പഠിച്ചല്ലോ. കൂട്ടുകാരൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വായിക്കാനും പഠിച്ചല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ ഏതാ പഠിക്കുന്നേ? ണ. ഒന്ന് പറഞ്ഞാട്ടെ, വ്യഞ്ജനാക്ഷരം ണ. ണ എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. എന്തോ ചെയ്യണം? ചെറിയൊരു സർക്കിള്. ഓക്കെ, കാണുന്നുണ്ടോ? ആ സർക്കിൾ എന്ത് ചെയ്യണോ? കറങ്ങി ഓക്കെ, ഇതുവരെ മനസ്സിലായോ? പിന്നീട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് തന്നെ നമ്മൾ എന്തോ എഴുതുക? ഞാ എഴുതുക. ഓക്കെ, എന്തായി? വ്യഞ്ജനാക്ഷരം ണ. എളുപ്പല്ലേ? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ചെറിയൊരു സർക്കിള് കൊടുക്കാം. എന്ത് ചെയ്യണം? ആ സർക്കിള് കറങ്ങി വലിയൊരു റ. എന്നിട്ട് ആ റായിനോട് എന്താ ചെയ്യല്? നമ്മള് നാ പഠിച്ചില്ലോ. ആ റായിനോട് ചേർന്ന് നമ്മള് നാ എഴുതുക. ഏതായി? വ്യഞ്ജനാക്ഷരം ണ. ഓക്കെ, എളുപ്പല്ലേ? ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കേ. ചെറിയൊരു സർക്കിള്, പിന്നീട് എന്താ ചെയ്തു? ആ സർക്കിൾ ഇങ്ങനെ വട്ടത്ത് കറങ്ങി ഒരു വലിയ റായായി. എന്നിട്ട് എന്തോ ചെയ്തു? അതിനോട് ചേർന്ന് നമ്മൾ എന്ത് ചെയ്തു? നാന്നുള്ള അക്ഷരം എഴുതി. എന്തായപ്പോ? വ്യഞ്ജനാക്ഷരം ണ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ചെറിയൊരു സർക്കിള്, ആ സർക്കിൾ ഇങ്ങനെ കറങ്ങി വലിയൊരു റായായി. ആ റായിനോട് നമ്മൾ എന്തോ ചെയ്തു? ചേർന്ന് നാ എഴുതി. അപ്പോഴെന്താ വായിക്കുക? വ്യഞ്ജനാക്ഷരം ണ. കൂട്ടുകാര് ബുക്ക് എടുത്ത് എഴുതി നോക്കിയേ. ആദ്യം എന്ത് എഴുതണം? ചെറിയൊരു സർക്കിൾ എഴുതുക. എഴുതിയോ? ചെറിയൊരു സർക്കിള്. എന്നിട്ട് എന്തോ ചെയ്യണം? ആ സർക്കിൾ ഇങ്ങനെ കറങ്ങി വലിയൊരു റാ എഴുതുക. എഴുതിയോ? സർക്കിൾ കറങ്ങി വലിയൊരു റാ എഴുതിയോ? എന്നിട്ട് എന്തോ ചെയ്യണം? ആ വലിയ റായിനോട് ചേർന്ന് നാ എഴുതുക. എഴുതിയോ? നായായോ വ്യഞ്ജനാക്ഷരം അപ്പോഴേ? ഓക്കെ, ഒന്നുകൂടി നോക്കിക്കേ. ചെറിയൊരു സർക്കിള്, അത് കറങ്ങി റാ. പിന്നീട് എന്താ? അതിനോട് ചേർന്ന് നാ എഴുതുക. എഴുതിയോ? എന്താ വായിക്കുക? വ്യഞ്ജനാക്ഷരം ണ. ഒന്ന് വായിച്ചാട്ടെ. ഗുഡ്. ണ എഴുതിക്കേ. പേജ് മുഴുവനായി എഴുതണം. പറഞ്ഞുകൊണ്ട് എഴുതുക. വ്യഞ്ജനാക്ഷരം ണ. എഴുതാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞുകൊണ്ട് എഴുതുക. വ്യഞ്ജനാക്ഷരം ണ. എളുപ്പല്ലേ? ചെറിയൊരു സർക്കിള്, അത് കറങ്ങി റാ. പിന്നീട് അതിനോട് ചേർന്ന് നാ എഴുതുക. അപ്പോഴെന്താ വായിക്കുക? വ്യഞ്ജനാക്ഷരം ണ. എഴുതുന്നുണ്ടോ? പറഞ്ഞുകൊണ്ട് എഴുതുക. ണ. വ്യഞ്ജനാക്ഷരം ണ. എളുപ്പമല്ലേ എഴുതാൻ വേണ്ടിയിട്ട്? നമ്മളപ്പോൾ ഏതുവരെ പഠിച്ചു വ്യഞ്ജനാക്ഷരം? ക മുതല് ണ വരെ പഠിച്ചു. കൂട്ടുകാരെന്തോ ചെയ്യാ? ബുക്ക് എടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ക മുതല് ണ വരെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അടുത്ത അക്ഷരം പഠിക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.